വർഗീയ ധ്രുവീകരണത്തിന് സഹായകരമായിട്ടുള്ളതാണ്, ആപൽക്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ മുസ്ലിം സംഘടനകളെ വർഗീയവൽക്കരിച്ചും ശത്രുപക്ഷത്ത് നിർത്തിയും ഭൂരിപക്ഷ സമുദായത്തിന്റെയും ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെയും വോട്ടുകൾ നേടിയെടുക്കാനുള്ള അത്യന്തം ഹീനവും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതെന്ന് പറയേണ്ടി വരുന്നു. മതവിശ്വാസികൾക്കിടയിൽ വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് മതേതരർ എന്നവകാശപ്പെടുന്ന സിപിഎമ്മും ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയും. സംഘപരിവാറിന്റെ ഭാഷയിലാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈയിടെ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്വഭാവത്തിലുള്ള പ്രസ്താവനകളൊക്കെയും സംഘപരിവാർ ശരിവെക്കുകയാണ്. ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാണ്, അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സ്വഭാവത്തിൽ സംഘപരിവാർ അതിനെ ശരിവെക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് കേരളത്തിന് അപകടകരമാണ്. ഇവിടത്തെ ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം വിഭാഗങ്ങളുടെയൊക്കെ ഐക്യവും ഒരുമയുമാണ് കേരളത്തിന് ആവശ്യമായിട്ടുള്ളത്. മുഖ്യമന്ത്രിയും സിപിഎമ്മും ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു സമയമായി. അത് ഞങ്ങൾ അത്ര വലിയ ഒരു കാര്യമായിട്ട് കാണുന്നില്ല. സിപിഎമ്മിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ചരിത്രത്തിൽ ഒട്ടേറെ ആശയ സംവാദങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് കേരളം. അതിന് വലിയ ചരിത്രം തന്നെ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണ്, തീവ്രവാദ പ്രസ്ഥാനമാണ്, ഭീകരവാദമാണ് എന്നൊക്കെ സിപിഎം പറയുമ്പോൾ അതിനഭിമുഖീകരിക്കാൻ, അതിനെ നേരിടാൻ ഞങ്ങൾക്കൊരു പ്രയാസവും ഇല്ല. 1948 മുതൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്, ഈ രാജ്യനിവാസികളുടെ മുന്നിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയത ആരോപിക്കുമ്പോൾ, തീവ്രവാദം ആരോപിക്കുമ്പോൾ അതെന്താണ് എന്ന് വ്യക്തമാക്കേണ്ടുന്ന ബാധ്യത അവർക്കുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ദിവസം 1 എന്ന തോതിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നോളം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകൻ, സംഘടന പോകട്ടെ, ഏതെങ്കിലും ഒരു വർഗീയ കലാപത്തിൽ പങ്കാളിയായതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്കത് സാധ്യമല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലികമായ ആദർശമനുസരിച്ചും അതിന്റെ കാഴ്ചപ്പാടനുസരിച്ചും വർഗീയവാദത്തിന്റെയോ തീവ്രവാദത്തിന്റെയോ ഭീകരപ്രവർത്തനങ്ങളുടെയോ ലൈൻ തെരഞ്ഞെടുക്കാൻ ഞങ്ങൾ ഒരുക്കമില്ല. എത്ര വലിയ പ്രകോപനങ്ങൾ വന്നാലും. കാരണം അത് ഞങ്ങളുടെ ആദർശത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ അത് കാണുകയില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രത്തിൽ. ഏതെങ്കിലും ഒരു വർഗീയ കലാപത്തിൽ ഞങ്ങൾക്ക് നേരെ ആരോപണം ഉന്നയിക്കുന്നവർ അവരവരിലേക്ക് തിരിഞ്ഞു നോക്കണം. എന്തൊക്കെയാണ് അവർ ചെയ്തു കൂട്ടിയിട്ടുള്ളത്? ഒരൊറ്റ കലാപത്തിൽ, ഇവിടെ മാറാട് കലാപം ഉണ്ടായത് ഇതിന്റെ തൊട്ടടുത്താണ്. അതിന്റെ ആദ്യ കലാപവേളയിൽ അത്രയും ഏറ്റവും ഇടുക്കമുള്ള ഒരു സന്ദർഭത്തിൽ ഒരാളും കടന്നു ചെല്ലാൻ സമ്മതിക്കില്ല, ഞങ്ങൾ വേദനിക്കുന്നുണ്ട് എന്ന് അവിടുത്തെ ഭൂരിപക്ഷ സമൂഹം പറഞ്ഞ ഒരു സന്ദർഭത്തിൽ
പരസ്പരം അത്രയേറെ വെറുപ്പിൽ നിന്നൊരു സാഹചര്യത്തിൽ അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീറാണ് അങ്ങോട്ട് കടന്നു ചെന്നത്. നിങ്ങളായതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കുകയാണ് എന്നാണെന്ന് അവർ പറഞ്ഞത്. ഞാനിത് പറയുന്നത് ഇത് കേരളത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ 2 പ്രാവശ്യം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് പൗരാവകാശം തന്നെ ബന്ദിയാക്കപ്പെട്ട അടിയന്തരാവസ്ഥയുടെ വേളയിലാണ്. അന്ന് ആ അടിയന്തരാവസ്ഥയെ ഇന്ത്യൻ ജനത തള്ളിക്കളഞ്ഞപ്പോൾ, അതിനുത്തരവാദികളായവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ 2 പ്രസ്താവനയും ഒരുമിച്ചാ വന്നത്. അടിയന്തരാവസ്ഥ പിൻവലിച്ചു, ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധം പിൻവലിച്ചു. പിന്നെ ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെട്ടത് 1992 ബാബരി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്നുണ്ടായത്. ജമാഅത്തെ ഇസ്ലാമി അട്ടിമറി പ്രവർത്തനത്തിന് പോയിട്ടില്ല, രഹസ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചില്ല, നിയമവാഴ്ച ഉയർത്തിപ്പിടിച്ചു. നിങ്ങൾക്കതറിയൂ. രാജ്യത്തിലെ പരമോന്നത നീതിപീഠത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇതിനെ ചോദ്യം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് കിട്ടാവുന്നിടത്തോളമുള്ള തെളിവുകൾ, അതിന്റെ സാഹിത്യങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങൾ, അതൊക്കെ കോടതിയുടെ മുന്നിൽ വന്നു. ഒടുവിൽ കോടതി വിധിച്ചു, ജമാഅത്തിനെ നിരോധിച്ചത് തെറ്റാണ്, ജനാധിപത്യത്തിന്റെ ലംഘനമാണ്. ജമാഅത്തിന്റെ മേൽ ആരോപിക്കപ്പെടുന്ന വർഗീയതക്കോ തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ ഒരു തെളിവും ഇല്ല. ഞാൻ അത് നീട്ടിപ്പറയുന്നില്ല. അതിനാൽ ജമാഅത്തിനെ വർഗീയവാദികൾ, ഭീകരവാദികൾ, തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത് ഞങ്ങൾ അത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. നേരിടാൻ ഞങ്ങൾക്കറിയാം. ഇത് വിളിക്കുമ്പോൾ തന്നെ അവരുടെ രാഷ്ട്രീയ ലൈനിനെ, അതും ജമാഅത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM തമ്മിലുള്ള ചരിത്രമാണ്. പല സന്ദർഭങ്ങളിലും ജമാഅത്ത് പിന്തുണച്ചിട്ടുണ്ട്, ജമാഅത്തിന്റെ പിന്തുണ തേടിയിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ അപ്പോൾ പറയുക, ജമാഅത്ത് ദേശീയ അന്തർദേശീയ പ്രശ്നങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരാണ്, ഞങ്ങളെ ശ്ലാഘിച്ചിട്ടുണ്ട്, പ്രശംസിച്ചിട്ടുണ്ട്. അപ്പൊ തങ്ങൾക്ക് അനുകൂലമായി തീരുമ്പോ അവരേറ്റവും നല്ലവരും അല്ലെങ്കിൽ വർഗീയവാദികളുമായി തീരുന്നതിൽ ഞങ്ങൾക്കതിൽ പ്രയാസമില്ല. പക്ഷെ ഇപ്പോൾ പ്രശ്നം അതല്ല. കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷം കലുഷിതമാക്കി തീർക്കുന്ന രീതിയിലാണ്. താൽക്കാലികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയം നേടാൻ ഇതുവഴി സാധിച്ചുവെന്ന് വന്നേക്കാം. അതേസമയം കേരളം ഇതുവരെ കെട്ടിപ്പൊക്കിയ മതനിരപേക്ഷമായിട്ടുള്ള അതിന്റെ സംസ്കാരത്തിന് വെല്ലുവിളിയാണ്. CPM-നോടും നമുക്ക് ഗുണകാംക്ഷയാണുള്ളത്. ഫാസിസത്തെ നേരിടുന്നതിൽ വളരെ കരുത്തുറ്റ പങ്കാളിത്തം വഹിക്കാൻ കഴിയേണ്ടവരാണ്. കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് വ്യതിചലനങ്ങളാണ്. ശരിയല്ല ഈ വഴി എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത്. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിന്റെ സൗഹൃദമായ അന്തരീക്ഷം ശക്തിപ്പെടുത്തണം. CPM-ന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുസ്ലിം വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ശരീഅത്ത് വിവാദത്തിന്റെ നാളുകൾ അതിന്റെ ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തന്നെ, ക്രൈസ്തവർ, മുസ്ലിങ്ങൾ, അവർക്കിടയിൽ തന്നെ വേർതിരിവുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് രാജ്യത്തിന്റെ, നമ്മുടെ തന്നെ ഭാവിയെ അപകടപ്പെടുത്തുന്നതാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത്. അതിനാൽ ഇത്തരം പ്രവണതകളിലേക്ക് നീങ്ങുന്നിടത്തു നിന്ന് ഭരണകൂടം തെറ്റുതിരുത്തണം. രാജ്യത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ആളുകൾ ഇതിനെതിരെ രംഗത്തു വരണം.
മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തീർച്ചയായും നമ്മുടെ നാടിന്റെ നന്മ കാക്കുന്ന, അതിന് മുന്നിൽ നിൽക്കുന്ന കാവൽക്കാരാണ് നിങ്ങൾ. നിങ്ങളുടെ മീഡിയയുടെ സജീവമായ പങ്കാളിത്തം അതിലുണ്ടാകുമെന്ന് എനിക്കറിയാം. ഉണ്ടാകണം. രാജ്യത്തെ നാശത്തിലേക്ക്, നഷ്ടത്തിലേക്ക് തൊടുത്തുവിടാൻ പാടില്ല. ന്യൂനപക്ഷ സർക്കാരിന്റെ ന്യൂനപക്ഷക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം മുസ്ലിം സമുദായം കൈയടക്കുന്നു എന്ന് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകളുണ്ട്. യഥാർത്ഥത്തിൽ ഇതെന്താണ് വേണ്ടത്? സർക്കാരിന്റെ ന്യൂനപക്ഷ വിഭാഗത്തിന്റേതാണെങ്കിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു ആരോപണവും ചർച്ചയും വരുമ്പോൾ അതിന്റെ നിജസ്ഥിതി വ്യക്തമാക്കേണ്ടത് ആരാണ്? ആരാണത് വ്യക്തമാക്കേണ്ടത്? ഭരണകൂടത്തിന്റെ ചുമതലയാണ്. എന്താണ് അന്യായമായിട്ട് തട്ടിയെടുത്തത്? യഥാർത്ഥത്തിൽ ഉള്ളതാണോ ഈ പറയുന്നത്? വസ്തുതാപരമാണോ? ഡാറ്റാസ് വെച്ച്, തെളിവുകൾ വെച്ച് പറയണം. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് കേരളത്തിൽ ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ചില ശുപാർശകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പാലോളി കമ്മീഷൻ റിപ്പോർട്ട്, അതിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഒരു കാര്യം മുന്നോട്ട് പോകുമ്പോൾ അതിനിങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുന്നുവെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. തിരുത്താൻ നേതൃത്വം നൽകേണ്ടത് ഭരണകൂടമാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ അവിടെ മൗനം അവലംബിക്കുന്നത് തന്നെ തെറ്റാണ്. മൗനം അവലംബിക്കാൻ പാടില്ല. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അനർഹമായി എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹമില്ല. അർഹതപ്പെട്ടത് മതി. അതിനാൽ അത് ഡാറ്റേഴ്സ് വെച്ചു, തെളിവുകളും പ്രമാണങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് വസ്തുതകൾ നിരത്തി നമ്മളതിനെ പഠിക്കുകയാണ് വേണ്ടത്. അങ്ങനെ അവഗണിക്കപ്പെട്ടവരുണ്ട് എങ്കിൽ അവർക്ക് അവരുടെ അവകാശങ്ങൾ നൽകണം. അതുതന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഈ അർത്ഥത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തത് കേരളത്തിന്റെ ഈ അപകടകരമായിട്ടുള്ള ഈ സാഹചര്യത്തിലേക്ക് പോകുന്നത് തടയാൻ പ്രബുദ്ധമായ കേരളം മുന്നോട്ട് വരണം എന്ന് കേരളത്തോട് അഭ്യർത്ഥിക്കാൻ, അതിന്റെ കാവൽക്കാരായ നിങ്ങളോട് പറയാൻ, അങ്ങനെയാണ് ഈ ഒത്തുചേരൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. മുസ്ലിം ലീഗാണ് UDF നിയന്ത്രിക്കുന്നതെന്നും നയിക്കുന്നതെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുസ്ലിങ്ങളെ വിമർശിച്ചിട്ടില്ല. ലീഗിനെ വിമർശിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തിനാണ് കൊള്ളുന്നത്? ലീഗിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് മുസ്ലിം വിമർശനമാവുക? ജമാഅത്തെ ഇസ്ലാമി ലീഗിന്റെ വക്കാലത്ത് ഏറ്റെടുക്കുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ലീഗിനെ ജമാഅത്തെ ഇസ്ലാമിയും വിമർശിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. ലീഗിനെ വിമർശിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് പൊള്ളേണ്ട കാര്യമില്ല. ഇത് ആ പരിധി വിട്ടുപോയിട്ടുണ്ട്. വിട്ടതെങ്ങനെ ചോദിച്ചാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇവിടത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രചരണത്തിന് ആയുധമാക്കി ഇറക്കിയത് കേരളം, കുഞ്ഞൂഞ്ഞ്, കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി, ഇവരാണ് നാളെ കേരളത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്. ക്രൈസ്തവരും മുസ്ലിങ്ങളും. അത് ഈ പ്രാവശ്യം എത്തിയപ്പോ അതിന്റെ സ്വഭാവം ഹസൻ, കുഞ്ഞാലിക്കുട്ടി, അമീർ. ഇത് എന്ത് സൂചനയാണ് നൽകുന്നത്? എന്താണ് ഇവിടുത്തെ ക്രൈസ്തവരോടും ഭൂരിപക്ഷ സമുദായത്തോടും പറയുന്നത്? മുസ്ലിം ലീഗിനെ വിമർശിക്കാം, ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാം, സംവാദങ്ങളാവാം. ഇത് ശരിയായ ഒരു സൂചനയല്ല ഈ നൽകുന്നത്. ആ അർത്ഥത്തിലുള്ള സംവാദങ്ങൾക്ക് ഇപ്പൊ കേരളത്തിൽ തുടക്കമിട്ട് കഴിഞ്ഞു. പല ചർച്ചകളിലത് വന്നു, വസ്തുതാപരമല്ലാത്തൊരു കാര്യത്തിലേക്ക്. അമീർ, ഹസനും കുഞ്ഞാലിക്കുട്ടിയും യോജിക്കുന്നതിനെതിരായിട്ട് ശബ്ദമുയർത്തിയത് സമുദായത്തിനകത്ത് തന്നെയുള്ള ഇ കെ സുനിയെ പോലെയുള്ള
മുജാഹിദ് വിഭാഗത്തിൽപ്പെടുന്ന രേഖാമൂലം നേരിട്ട് നേതാക്കളുമായി സംസാരിച്ച് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ തന്നെയാണ് വിമർശനം ഉന്നയിച്ചത്. ഒരു തെറ്റിദ്ധാരണ ഞാൻ ആദ്യം തിരുത്ത്. എന്താ ചോദിച്ചാൽ UDF എങ്ങനെ പോകണം, അതിന്റെ കാര്യനിർവഹണം എങ്ങനെയാണ് നടക്കേണ്ടത്, അതെങ്ങനെയാണ് മുന്നോട്ട് നയിക്കപ്പെടേണ്ടത്, ഇതിന്റെ ഒന്നും ഒരു ചർച്ചകളിലും അമീർ ഇല്ല. അമീർ എന്ന് പറയുന്നതിനെ വളരെ അസ്ഥാനത്ത് കൊണ്ടുവന്ന പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ UDFന്റെ കൺവീനറായി ഹസൻ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം മുസ്ലിം സംഘടനാ നേതൃത്വങ്ങളെ കാണാൻ പോയി. പലരിടത്തും പോയി, ജിബിരിത്തങ്ങളടുത്ത് പോയി, പിന്നെ മുജാഹിദ് വിഭാഗത്തിലെ പണ്ഡിതന്മാരുടെ അടുത്ത് പോയി. അങ്ങനെ ജമാഅത്ത് അമീറായ എന്റെ അടുത്തും വന്നു. കുശലാന്വേഷണം, ഒരു ചെറിയ വർത്തമാനങ്ങൾക്ക് ഈ സൽക്കാരം, വീട്ടിലാ വന്നത്, കുടുംബമൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ ഒരു പരിചയപ്പെട്ട് അദ്ദേഹം പോയി. ഇത് UDFന്റെ കാര്യനിർവഹണത്തിൽ, അതിന്റെ ഭരണത്തിൽ, അതിന്റെ നിയന്ത്രണത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇതാ ഇടപെടുന്നു. വളരെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ത്രയം ഉണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി അല്ല, അതിലെ UDF നേതൃത്വത്തിൽപ്പെട്ട ഒരു കക്ഷിയുമല്ല ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി അത് രാഷ്ട്രത്തിന്റെ, സമൂഹത്തിന്റെ അതത് സാഹചര്യങ്ങളെ പഠിച്ച് നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. സ്വന്തമായിട്ട് നിലപാടില്ല. അപ്പൊ ആ പറയുന്നതിന് ഒരു അർത്ഥവുമില്ല. ജമാഅത്ത് ഇസ്ലാമി UDFനെ പിന്തുണക്കാൻ പിന്നെ ഏത് ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനിച്ചത്? ഹസൻ വന്ന് കണ്ടു. ഹസൻ UDFന്റെ കസ്റ്റോഡിയനാണ്. അദ്ദേഹമാണല്ലോ ഒന്ന് സ്വാഭാവികമായിട്ടും UDFനെ സഹായിക്കാൻ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, അവരുടെ അടിസ്ഥാന പ്രശ്നം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങളൊക്കെ ഉയർന്ന ഒരു വിഷയം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മതരാഷ്ട്രവാദമാണ് എന്നാണ്. ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഈ ഘട്ടത്തിൽ വാർത്താസമ്മേളനം നടത്തുന്നത് ക്ലാരിഫൈ ചെയ്യുക. കെ മുരളീധരൻ പറഞ്ഞു മതരാഷ്ട്രവാദം അവർ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ അവർ സഹകരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ല. ഇവിടെ പറയപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്നത് പോലെയുള്ള ഒരു മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമിയുടെ മുന്നിലില്ല. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെയാണ് മുന്നിൽ വെക്കുന്നത്. മതം വിശ്വസിക്കുക, അത് ആചരിക്കുക, അതിനെ പ്രചരിപ്പിക്കുക, അതിന്റെ മൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, ആ ഇസ്ലാമിന് വ്യക്തിപരമായ കാര്യങ്ങളിൽ, കുടുംബപരമായ കാര്യങ്ങളിൽ, സാമൂഹിക കാര്യങ്ങളിൽ, ജനതയുടെ നന്മയിൽ അതിനൊക്കെയുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന പോലെ ഉള്ള ഒരു മതരാഷ്ട്രവാദം, ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ പേരിൽ ഒരു മതത്തെ അടിച്ചേൽപ്പിക്കുക എന്ന സ്വഭാവത്തിലുള്ള ഒരു പരിപാടിയും ജമാഅത്തെ ഇസ്ലാമിയുടെ മുന്നിൽ ഇല്ല. നേരത്തെയും അതില്ല. ഈ ഇസ്ലാമിനെ മുന്നോട്ട് വെക്കുന്നവർ എന്തിനാണ് രാഷ്ട്രീയത്തിൽ? ഇസ്ലാമിനെ മുന്നോട്ട് വെക്കുന്നവർ രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിന് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹിക കാഴ്ചപ്പാടുണ്ട്, ഒരു മൂല്യ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിനെ സമൂഹത്തിന് മുമ്പിൽ പറയും. ഗാന്ധിജിക്ക് രാഷ്ട്രീയമുണ്ടായിരുന്നു, മതമുണ്ടായിരുന്നു. എന്റെ മതം തന്നെയാണ് എന്റെ രാഷ്ട്രീയം, എന്റെ രാഷ്ട്രീയം തന്നെയാണ് എന്റെ മതം എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ആ കാഴ്ചപ്പാടിനെ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാലും മറുപടി പറഞ്ഞില്ല. ഏത് സാഹചര്യത്തിലാണ് UDFനെ പിന്തുണക്കാൻ തീരുമാനിച്ച രാഷ്ട്രീയ സാഹചര്യത്തിലാണ്? ആ തുടക്കം അവിടെയല്ലേ വന്നത്? അതായത് ജമാഅത്തെ ഇസ്ലാമി UDFനെ പിന്തുണക്കുക എന്ന് പറയുന്ന ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നടത്തിയിട്ടില്ല. മറിച്ച് ആ പ്രസ്താവന അല്ലെങ്കിൽ ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് വെൽഫെയർ പാർട്ടിയാണ്. വെൽഫെയർ പാർട്ടിയുടെ ആ നിലപാടിനെ ജമാഅത്തിന്റെ മേൽ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് അതൊരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയെ പിന്തുണക്കുന്നുണ്ട്. അതാണ് അതിൽ സംഭവിച്ചത്. ജമാഅത്ത് ഇസ്ലാമിയുമായി ആലോചിക്കാതെയാണോ വെൽഫെയർ പാർട്ടി അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത്? ജമാഅത്തെ ഇസ്ലാമിക്ക് വെൽഫെയർ പാർട്ടിക്ക് അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്ത് സ്വതന്ത്രമായ അവകാശം നൽകിയിട്ടുണ്ട്.
അവർക്ക് ആലോചിക്കാം, ചിന്തിക്കാം. അങ്ങനെയാണ് അവർ പോകുന്നത്. അല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ആലോചനയുടെ അടിസ്ഥാനത്തിലാണ്. ഇസ്ലാമിക് തീവ്രവാദ സംഘടനയാണെന്ന് CPM മാത്രമല്ലല്ലോ മതസംഘടനകൾ പറയുന്നത്, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് IS-ന്റെ ആശയ അടിത്തറ ജമാഅത്തെ ഇസ്ലാമിയാണ്. അതിനപ്പുറമൊന്നുമില്ല. ഈ അടുത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു RSS പോലെയുള്ള സംഘടനയാണ്. അന്നൊന്നും കൊള്ളാത്തത് ഈ CPM പറയുമ്പോൾ മാത്രം ഉള്ളത്. അത് ഒരു രാഷ്ട്രീയ ലീഗിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ സൂചിപ്പിച്ചു. CPM ഇതിന്റെ മുമ്പ് ധാരാളം പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും നമ്മൾ ചിലപ്പോൾ പറയും, പ്രതികരിക്കും, മറുപടി പറയും, വിശദീകരണം നടത്തും. ഇപ്പൊ ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞു, പ്രശ്നം അതല്ല. ജമാഅത്തെ ഇസ്ലാമിയും CPM തമ്മിലുള്ളൊരു പ്രശ്നമാണെങ്കിൽ ഇതിനെ നമുക്കിനിയും കൈകാര്യം ചെയ്യാം, നമുക്ക് സംസാരിക്കാം, സംവദിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നത് പോലെ കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷത്തിൽ ഒരു വർഗീയ ധ്രുവീകരണം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അതിനെ അങ്ങനെ പോകാൻ അനുവദിക്കാൻ പാടില്ല. അതാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിൽ, ഈ ഒരുമിച്ച് കൂടലിൽ നമ്മൾ മുഖ്യ ഉന്നമായിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ സവിശേഷമായി നേരത്തെ സൂചിപ്പിച്ച ഈ പറയപ്പെട്ട മതസംഘടനകളുണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഈ മതസംഘടനകളും ഈ സവിശേഷ സാഹചര്യത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. CPIയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒറ്റപ്പെട്ട നിലപാടല്ല ഇത്. കേരളത്തിലെ ഈ സാമൂഹ്യ സാഹചര്യത്തിലുള്ള ഈ അപകടകരമായ ഇടപെടലിനെ കുറിച്ച് സമസ്ത പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ KNMന്റെ ഭാഗത്ത് നിന്ന് ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. മർക്കസ് ഉദ്യോഗ അതെ, ഇത് ഞാൻ വിസ്ഡത്തിന്റെ സെക്രട്ടറി DK അഷ്റഫുമായി സംസാരിച്ചിട്ടുണ്ട്. അതെ, മർക്കസ് ഉദ്യോഗയുടെ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് കരിപ്പുലാന്റെ സംസാരിച്ചു. അവരങ്ങനെ സ്റ്റേറ്റ് നടത്തി. എന്തായാലും സമസ്തയുടേത് വന്നു. സമസ്തയുടെ അതെ അതെ ജമാഅത്തിനെ കുറിച്ച് സമസ്തയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല എന്നാണ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം പ്രസിഡന്റ് നിഗമനമാണ്. ഇതിനെ കുറിച്ചിട്ട് മറ്റ് മുസ്ലിം സംഘടനകൾ ഔദ്യോഗികമായിട്ട് ഒന്നും പറഞ്ഞില്ല. മുസ്ലിം ലീഗ് മാത്രമാണ് പ്രതികരിച്ചിട്ടുള്ളത്, പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതിലൊരു കാര്യം, ഈ സംഘപരിവാറും കേന്ദ്ര സർക്കാരും അവരുടെ ഒരു അൾട്ടിമേറ്റ് ടാർഗറ്റായി പിണറായി വിജയനെയും കേരളത്തിലെ സർക്കാരിനെയും ഫിക്സ് ചെയ്തിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസികളെല്ലാം കൂട്ടമായിട്ടുള്ളത്. ആ സമയത്താണ് താങ്കളും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയും ഈ രീതിയിൽ പിണറായിയെ ടാർഗറ്റ് ചെയ്ത് പിണറായി സംഘപരിവാർ ഭാഷയിൽ സംസാരിക്കുന്നു, വർഗീയ വിദ്വേഷം, ധ്രുവീകരണം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? ഇതിൽ യഥാർത്ഥത്തിൽ അവരുടെ ടാർഗറ്റ് വ്യക്തമാണ്. സംഘപരിവാറിന്റെ ടാർഗറ്റ് പിണറായി വിജയനാണ് എന്നുള്ളത് ഇത്രയും കേസുകൾ അല്ലെങ്കിൽ അവരുടെ ഓരോ സ്റ്റേറ്റ്മെന്റ്സിലും വ്യക്തമാണ്. അപ്പൊ നിങ്ങളും ഈ ജനവിധി വന്നതിന് ശേഷമാണ് നിങ്ങൾ കുറച്ചുകൂടി പിണറായിയെ ടാർഗറ്റ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ ഒരു കാരണം? അതില് ഞാൻ സൂചിപ്പിച്ചു, നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിൽ ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്പ്, CPMഉം അതുപോലെ മുഖ്യമന്ത്രിയും എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്പ് വർഗീയമായ ധ്രുവീകരണത്തിന്റെ സ്റ്റെപ്പാണ്. അപ്പൊ ആ സ്റ്റെപ്പ് തന്നെയാണ് BJPയും ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളെ സംബന്ധിച്ച് BJP നേതൃത്വം പറയുന്നത് അത് കറക്റ്റാണ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. പിണറായി വിജയൻ പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നത് BJPയാണ്. ഞാൻ പറഞ്ഞു, CPM യഥാർത്ഥത്തിൽ ഒരു മതേതര പാർട്ടിയാണ്. ഫാസിസത്തെ നേരിടുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്, മുന്നിൽ നിൽക്കേണ്ടുന്ന ഒരു പാർട്ടിയുമാണ്. അവരതിനുവേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിച്ചിട്ടുണ്ട്, അവരോടൊപ്പം നിന്നിട്ടുണ്ട്, അതിന്റെ കൂടെ അതിനെ സഹകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ലൈൻ അത് ശരിയല്ല. പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ പറഞ്ഞത് ശരിയാണ് എന്ന അർത്ഥത്തിലല്ല. അദ്ദേഹം പറഞ്ഞത് കുറെ കൂടി പിന്നോട്ട് പോയിട്ട് മുസ്ലിം ലീഗിന് അധികാരത്തിൽ പങ്കാളിത്തം നൽകുന്നതുൾപ്പെടെ EMSന്റെ കാലത്ത് ചെയ്ത തെറ്റുകൾ കൂടി തിരുത്താൻ കഴിയുമ്പോൾ അതാണ് ചോദിച്ചിരുന്നത്. ആര് വിഷയം പറ്റിയാണ്? മുരളീധരൻ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തല്ല പറഞ്ഞത്. പിണറായി വിജയൻ കേവലം ഫേസ്ബുക്ക് പോസ്റ്റിൽ നിൽക്കരുത്, കാരണം മുസ്ലിം ലീഗിന് ഭരണാധികാര സ്വാധീനം നൽകിയത് ഞാൻ പറഞ്ഞതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. അതായത് അല്ല, ഞാൻ പറഞ്ഞ കാര്യത്തെ അല്ലല്ല, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യത്തെ നിങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അതായത് പിണറായി വിജയൻ ഇപ്പൊ പറഞ്ഞ കാര്യത്തെ BJP അംഗീകരിക്കുമ്പോ പറയുന്നത്
നിങ്ങൾ മുമ്പ് ചെയ്ത തെറ്റും കൂടി ആ മുമ്പ് തെറ്റല്ല എന്ന് CPM ആവർത്തിക്കുന്നു. ആ, അതെ. പാർട്ടികളായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. മുസ്ലിം പ്രാതിനിധ്യവും ഭരണ പങ്കാളിത്തം ഒക്കെ നൽകിയിട്ടുള്ള CPM ആണ്. CPM വർഗീയമായിട്ട് മുസ്ലിം ലീഗിനെ കാണുന്നില്ല എന്ന് ആവർത്തിക്കാം. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് പറയാണ് ഇത് വർഗീയമാണ് എന്ന് പറയണം. അത് താങ്കൾ പറയുന്ന ഏകദേശം കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണ പ്രക്രിയയിൽ CPM അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കാളിയായിത്തീരുന്നു. അതിലുള്ള ആശങ്കയാണ് ഞാൻ പറയുന്നത്. ഇതിനേക്കാൾ രൂക്ഷമായിട്ട് AK ആന്റണി ന്യൂനപക്ഷങ്ങൾ വിഹിതമായിട്ടും സമ്മർദ്ദം ഉപയോഗിച്ചും പിടിച്ചടക്കുന്നത് സംഘപരിവാറിന്റെ ഭാഷ പ്രയോഗിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ ശബ്ദം കേട്ടു. ഏറ്റവും അവസാനം KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും പറയുന്നത് നിങ്ങളുടെ വെൽഫെയർ പാർട്ടിയുടെ, നിങ്ങൾ അറിയാതെയോ അറിഞ്ഞോ ആണല്ലോ പറയുന്നത്, നിങ്ങളുമായിട്ട് ബന്ധമില്ല നിങ്ങൾ അവകാശപ്പെടുന്ന വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ മേടിച്ച ശേഷം പറയുന്നു ജമാഅത്തെ ഇസ്ലാമി മതേതര സംഘടനയല്ല, AICCയുടെ നയമാണ് പറയുന്നത്. കോൺഗ്രസും നിങ്ങളെ തള്ളി പറയുന്നു. അപ്പോഴൊന്നും നിങ്ങൾക്ക് ഒരക്ഷരം പ്രതികരിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വമുള്ള കോൺഗ്രസ് വീണ്ടും വീണ്ടും ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് ന്യൂനപക്ഷത്തിനെതിരെ പറയുമ്പോൾ ശക്തമായിട്ട് പ്രതികരിക്കാത്തത്? ഇത് വസ്തുതകളുടെ നിഷേധമാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മുന്നണികളുടെയും നന്മയെ അംഗീകരിക്കുകയും തിന്മയെ വിമർശിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട്. കോൺഗ്രസുമായിട്ട് അത് സംഭവിച്ചിട്ടുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റും. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ധാരാളം ഏറ്റുമുട്ടലുകൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ മുസ്ലിം ലീഗുമായിട്ടും ഉണ്ടായിട്ടുണ്ട്, CPM-ഉമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ഓരോ സന്ദർഭത്തിലും അപ്പോൾ വരുന്ന ഇഷ്യൂസുകൾ വെച്ചിട്ട് നമ്മൾ പറയേണ്ടി വരും. ഇപ്പോൾ സംജാതമായിട്ടുള്ള സാഹചര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ തന്നെ മുല്ലപ്പള്ളി പറഞ്ഞ പിണറായി വിജയൻ ഞാൻ പറഞ്ഞില്ല. മാത്രമല്ല മുല്ലപ്പള്ളി ഒരു വരി കൂടി പറഞ്ഞു, കോൺഗ്രസ് സർക്കാരാണ് ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചത്, ആ ചരിത്രമുണ്ട് എന്നവരെ പറഞ്ഞു. പിണറായി വിജയൻ അതൊന്നും പറഞ്ഞില്ല. അതെ, മുല്ലപ്പള്ളി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അവര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറയേണ്ടിയില്ല. കോൺഗ്രസിന്റെ അകത്തു നിന്ന് തന്നെ അതെ, കോൺഗ്രസിന്റെ അകത്തു നിന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അവരോട് ചോദിക്കും. അല്ല, അമീർ പറയുന്നതാണ് ജമാഅത്തിന്റെ നിലപാട്, KPCC പ്രസിഡന്റ് പറയുന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. അദ്ദേഹം തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് കോൺഗ്രസിന്റെ നിലപാട് ഞാനാണ് പറയാ. അപ്പൊ മുല്ലപ്പള്ളിക്കെതിരായിട്ട് ഒരു വാക്ക് പറയാൻ എന്താ മറുപടി പറയാൻ ജമാഅത്തിന് മടി? സംസ്ഥയുടെ നിലപാട് സംസ്ഥയുടെ പ്രസിഡന്റ് പറയണം. അല്ല, ഇവിടെ വിഷയത്തിന്റെ മർമ്മം താൽക്കാലികമായ രാഷ്ട്രീയ കാര്യലാഭങ്ങൾക്ക് വേണ്ടി കേരളീയ മതസമൂഹങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്നതിന് ജമാഅത്തെ ഇസ്ലാമിയെ ടൂളായി ഉപയോഗിക്കുന്നു. അതിന്റെ ഉദാഹരണമാണ് നേരത്തെ ഈ സ്ഥിതിവിശേഷത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ നിങ്ങളെ തള്ളിപ്പറഞ്ഞു മുല്ലപ്പള്ളി നിങ്ങൾ മതേതര സംഘടനയല്ലാന്ന് പറഞ്ഞു. അതിന് ഉത്തരമുണ്ടോന്നാണ്? ഉത്തരമുണ്ട്. അതായത് നമ്മള് ജമാഅത്തെ ഇസ്ലാമിയെ മുല്ലപ്പള്ളി വിമർശിച്ചിട്ടുണ്ട്, ആന്റണി വിമർശിച്ച് നിങ്ങൾ നേരെ പരാമർശിച്ചു. ആ ഘട്ടത്തിൽ ആന്റണിക്ക് ശക്തമായി ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു. ഞാൻ പൂർത്തിയാക്കാം. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം പലരും വിമർശിച്ചിട്ടുണ്ട്. പിണറായി വിമർശിച്ചിട്ടുണ്ട്, മുല്ലപ്പള്ളി വിമർശിച്ചിട്ടുണ്ട്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നു എന്നതല്ല ഈ സ്റ്റേറ്റ്മെന്റിന്റെ, ഈ നിലപാടിന്റെ ബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ രൂപപ്പെട്ടു വന്ന, ആ രൂപപ്പെടുന്നിടത്ത് CPM കൂടി എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സവിശേഷമായ സാഹചര്യമാണ്. അത് നേരത്തെ ലീഗിനെ, നിങ്ങൾ സൂചിപ്പിച്ച പോലെ ലീഗിനെ വിമർശിച്ചു എന്നതല്ല പ്രശ്നം. ലീഗ് UDF-ന്റെ നേതൃത്വത്തിൽ ഇടപെടുന്നു എന്നതിന് നിരപേക്ഷ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കേരളത്തിലെ പൊതുസമൂഹം അങ്ങനെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് തൊട്ടു മുമ്പ് അമീർ ഹസൻ കുഞ്ഞുഞ്ഞി എന്ന് പറയുന്ന അതിന്റെ തുടർച്ചയാണ്. അതിനു മുമ്പ് കേരളത്തിലെ ഈ ഒരു കുറച്ച് കാലങ്ങളായി CPM എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. ഇപ്പൊ ഗെയിൽ സമരത്തിൽ CPM ഒരു ഘട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഗെയിൽ സമരത്തിൽ ന്യൂനപക്ഷ പോപ്പുലേഷൻ ഉള്ളിടത്ത് സമരം നടന്നപ്പോൾ അതിനെ എങ്ങനെയാണ് അധിക്ഷേപിച്ചത്? ദേശീയപാത സമരം നടന്നപ്പോൾ ആ ദേശീയപാത സമരത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ എൻഗേജ് ചെയ്യുന്നിടത്ത് എങ്ങനെയാണ് CPM-ന്റെ നേതാക്കൾ ഇതിനെ കുറിച്ച് പരാമർശിച്ചത്? അപ്പോൾ ഏതാനും കുറച്ചു കാലങ്ങളായി CPM-ന്റെ ഭാഗത്ത് നിന്ന് കമ്മ്യൂണൽ പോളറൈസേഷന് വഴിയൊരുക്കുന്ന സ്വഭാവത്തിൽ ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിയെ ടൂളാക്കിക്കൊണ്ട് അത് ചിലപ്പോൾ ലീഗിനെ ഉപയോഗിക്കും, ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ഉപയോഗിക്കും, ചിലപ്പോൾ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന ഘട്ടം വരെ ഉണ്ടായിട്ട് P. ജയരാജൻ ഇടത്ത് തിരുത്തുകയുണ്ടായി. P. ജയരാജൻ സമസ്തയെ കുറിച്ച് പറഞ്ഞത് അകത്തുള്ള വർഗീയത പുറത്തു വന്നു എന്നാണ്. അത് അകത്തുള്ള വർഗീയത പുറത്തു വന്നു എന്ന് P. ജയരാജനെ പോലത്തെ ഒരാൾ പറയുമ്പോൾ അകത്ത് അദ്ദേഹത്തിനുള്ളിൽ അത് ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പൊ കുറച്ചു കാലങ്ങളായി അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഒറ്റപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂപം കൊണ്ട നാൾ മുതൽ മതസംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട്.
മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടുണ്ട്, മുല്ലപ്പള്ളി ഉന്നയിച്ചിട്ടുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നമല്ല. ഞാൻ പൂർത്തിയാക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നമല്ല. അതിനോട് ജമാഅത്തെ ഇസ്ലാമി പ്രതികരിച്ചു പോകുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ആശയ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. CPM-മായി ആശയ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസുമായി ആശയ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗുമായി ധാരാളം. അത് കേരളത്തിലെ മീഡിയകൾക്ക് അറിയാവുന്നതാണ്. ഒരു വേള കോൺഗ്രസുമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഏറ്റവും കൂടുതൽ വിയോജിച്ചത്. അതിന്റെ പ്രധാന കാരണം എന്താ? അതിന്റെ കാരണം ഫാസിസവും ദേശീയ രാഷ്ട്രീയവും ബാബരി മസ്ജിദും ഒക്കെയുള്ള ഒരുപാട് ഇഷ്യൂസാണ്. അതിന്റെ ഗുണഭോക്താക്കൾ CPM ആയിരുന്നു. ഇപ്പോൾ അത്തരം രാഷ്ട്രീയ ലാഭ നഷ്ടത്തിന്റെ പ്രശ്നമല്ല, കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിന്റെ തന്നെ വീണ്ടെടുപ്പിന്റെ പ്രശ്നമാണ്. ക്രൈസ്തവ സമൂഹവുമായിട്ട് നിങ്ങൾ സംസാരിക്കും, അവരിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഈ അന്തരീക്ഷത്തെ തണുപ്പിക്കേണ്ട ഒരു ഉദാഹരണമായി ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുമായി ഞങ്ങൾ സംവദിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ കണ്ടമാനം ആനുകൂല്യങ്ങൾ യാതൊരു പരിധിയുമില്ലാതെ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ വികസന കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന്? എന്താണ് അതിന്റെ വസ്തുത? അതവർ ധരിച്ചിരിക്കുന്നു, ആ ധാരണ നിലനിർത്തുന്നു, അതിലവർ പരാതി കൊടുത്തിരിക്കുന്നു, അതിൽ കമ്മീഷനെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഗവൺമെന്റ് ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ ഇത്തരം ഒരു സാഹചര്യം വെച്ചുകൊണ്ട് പോളറൈസേഷൻ നടക്കുമ്പോൾ ന്യൂനപക്ഷ വകുപ്പ് ക്ലാരിറ്റി വരുത്തണം, ഡാറ്റാസ് വെച്ചിട്ട് ക്ലാരിറ്റി വരുത്തണം. അപ്പോൾ ഇപ്പോൾ മുസ്ലിം ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്കകത്തുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷ ഒരു ഭാഗത്ത് ഹൈന്ദവ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയും മറുഭാഗത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയും എന്ന സ്വഭാവത്തിലുള്ള പോളറൈസേഷന് പിണറായിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വഴിമരുന്നിട്ട് കൊടുക്കുന്ന സമീപനം CPM-ന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രതികരണത്തിന്റെ ബേസ്. ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ പ്രചരണം. ഒരുപക്ഷെ നിങ്ങളുടെ ഡോക്ടർ ക്യാമ്പയിൻ വെൽഫെയർ പാർട്ടിയുടെ പ്രചരണം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായിരുന്നു. പക്ഷെ അത് ജനം ചെവിക്കൊണ്ടില്ല എന്നുള്ളൊരു തെളിവല്ലേ പിണറായിക്ക് ഇത്രയും മാൻഡേറ്റ് കിട്ടിയത്? അല്ലെങ്കിൽ ഇപ്പൊ ന്യൂനപക്ഷ ഏരിയയിൽ ഉൾപ്പെടെ LDF-ന്റെ സ്ഥാനാർത്ഥികളാണ് കൂടുതലും ജയിച്ചിരിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു? നിങ്ങൾ പറഞ്ഞ ഐഡിയോളജി ജനം പൂർണ്ണമായി സ്വീകരിക്കുന്നില്ല എന്നല്ല എന്റെ അർത്ഥം. അല്ല, അത് നമ്മൾ ഓരോ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ഫാഷിസത്തിനെതിരെ നമ്മൾ പൊരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ധ്രുവീകരണ പ്രവണതയ്ക്കെതിരെ നമ്മൾ എതിരാണ്. ധ്രുവീകരണം നടക്കുന്നു, നമ്മൾ എന്താ ചെയ്യാ? കേരളത്തിൽ സംഭവിക്കുന്നു. വളരെ പെട്ടെന്ന് കത്തിക്കാവുന്നതാണ് ഈ പറയുന്ന സാമുദായികമായ ആ ഇഷ്യൂസ് എന്ന് പറയുന്നത്. അത് ഇത്രയും ഇത്ര വഷളാകാൻ കാരണം അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ കൂടിയിട്ടാണ് ഇത്രയും പ്രശ്നമാകുന്നത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചിട്ട് സമൂഹത്തിൽ ശരിയോ തെറ്റാണെന്നല്ല, ജമാഅത്തെ ഇസ്ലാമി UDF-ലേക്ക് വന്നതോടുകൂടിയിട്ടാണ് ഈ സംഭവം ഇത്രയും വഷളാകുന്നത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചിട്ട് പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു ധാരണയുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന വായിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ നിർബന്ധിത സാഹചര്യത്തിൽ മാത്രമേ കോടതികളെ സമീപിക്കാൻ പാടുള്ളൂ, അനിസ്ലാമിക കോടതികൾ. അപ്പൊ അനിസ്ലാമിക കോടതി ഒരു കോടതി ഇന്ത്യയിലില്ല. ഇന്ത്യയിലുള്ള കോടതി സെക്യുലർ കോടതിയാണ്. അപ്പൊ അത്തരം പദപ്രയോഗങ്ങൾ നിങ്ങളുടെ ഭരണഘടനയിൽ ഉള്ളത് കൊണ്ടല്ലേ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് വലിയൊരു സംശയം പൊതുസമൂഹത്തിന് ക്രിസ്ത്യൻക്കിടയിലായാലും ഹൈന്ദവർക്കിടയിലായാലും മതേതര വിശ്വാസത്തിനിടയിലായാലും അത്തരം ചില പ്രയോഗങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പിറകോട്ട് പോകാറ്? അതിന്റെ പേരിലുള്ള ഭരണഘടന മാറി. അല്ല, അതെ ആയിക്കോട്ടെ. അതില് കേട്ടാ അല്ല നിങ്ങൾ ചോദിച്ചതില് കേട്ടോ കേട്ടാ പറയട്ടെ. അതില് നമ്മള് കുറച്ചുകൂടി ഉണ്ടത്. അത് നമ്മള് ഒരു ജമാഅത്തിന്റെ തന്നെ ഒരു ക്യാമ്പയിൻ, ഒരു ആദർശ പ്രചരണവും വിശദീകരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്താൻ പോകുന്നുണ്ട് വളരെ അടുത്ത് തന്നെ. അപ്പൊ നമ്മൾ നിങ്ങളെ പ്രത്യേകമായിട്ട് വിളിക്കുന്നുണ്ട്. ഇന്ന് നമ്മള് പിന്നെ നമ്മളെ പറയട്ടെ ഇന്ന് നമ്മള് നിലവിലുള്ള ഈ രാഷ്ട്രീയ സാഹചര്യത്തെ അതിനെ തണുപ്പിക്കുക, അതില് സൗഹൃദപരമായ ഒരു അന്തരീക്ഷം വീണ്ടെടുക്കുക. അപ്പൊ അതിൽ നമുക്ക് ചർച്ച ചെയ്യാം കേട്ടാ, അത് നമുക്ക് ചർച്ച ചെയ്യാം. ജമാഅത്തെ ഇസ്ലാമിനെ നിരോധിക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ടും ജമാഅത്തെ ഇസ്ലാമി ദേശവിരുദ്ധ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങളിപ്പോൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗും കോൺഗ്രസുള്ള സർക്കാരാണ് കഴിഞ്ഞ ഭരണകാലത്ത് ഇത് കൊടുത്തത്. അതിൽ പറയുന്നത് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ അനിസ്ലാമിക കോടതിയിലാണ് വിശ്വസിക്കുന്നത്, നിങ്ങൾ ഇത്ര പുസ്തകങ്ങൾ നിരോധിക്കണം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നിങ്ങളിപ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ സർക്കാരായിരുന്നു കൊടുത്തത്. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിനെ നിരോധിക്കണം, തീവ്രവാദ സ്വഭാവം ഉണ്ടെന്ന് അതിൽ അത് കോടതിയിലുള്ള കാര്യമല്ലേ? അല്ല അതിലേ അത് പറയാം. അത് പിന്നെ ഒരു തെറ്റിദ്ധാരണ അതിൽ തീർത്തേണ്ടതാണ്. കോടതിയിൽ അങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട്, ഇപ്പോഴും കോടതിയിലുണ്ടത്. ആ കോടതിയിലുള്ളത്
ഇവിടുത്തെ സർക്കാർ കുഞ്ഞാലിക്കുട്ടിയുടെ സർക്കാരോ അല്ലെങ്കിൽ അവരാരോ കൊടുത്തതല്ല, എറണാകുളത്തൊരു ടീം കൊടുത്തതാണ്. അതുമായി ബന്ധപ്പെട്ട് കോടതി വിശദീകരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യം കൊടുത്ത ഗവൺമെന്റ് കൊടുത്ത വിശദീകരണം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളിൽ, ജമാഅത്തെ ഇസ്ലാമി ഇന്നോളം നാട്ടിൽ ചെയ്ത പ്രവർത്തനങ്ങളിൽ ഇപ്പറയുന്നതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. വർഗീയ പ്രവർത്തനമോ വർഗീയ കലാപങ്ങളോ വർഗീയമായ അസ്വാസ്ഥ്യം സൃഷ്ടിക്കുന്നതോ ഉണ്ടായിട്ടില്ല. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹിത്യങ്ങളിൽ ദേശവിരുദ്ധമായിട്ടുള്ള വല്ലതുമുണ്ടോ എന്നന്വേഷിക്കാനും പഠിക്കാനും അതിൽ ചില ആളുകളെ ചുമതലപ്പെടുത്തേണ്ടിയിരിക്കും. അപ്പൊ അതിപ്പോ നിലവിൽ കോടതിയിലുള്ള ഒരു സബ്ജക്റ്റാണ്. ആ, കൃത്യമായി സത്യവാങ്മൂലം അന്നത്തെ സർക്കാർ നൽകിയത് ഇത് നിരോധിക്കണം, കേരളത്തിൽ നിരോധിക്കണം. ആര് പറഞ്ഞു? അങ്ങനത്തെ സത്യവാങ്മൂലം ഉണ്ട് കയ്യിൽ? ഇല്ല, ഇല്ല, വസ്തുതാപരമല്ല. ആ സത്യവാങ്മൂലം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം. തീർച്ചയായും. മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രകടമായി അല്ല. മുസ്ലിം ലീഗ് അമിതാധികാര പ്രയോഗം നടത്തുന്നു. ഈ സമാനമായ രീതിയിലുള്ള ഒരു പ്രസ്താവന ഈ രമേശ് ചെന്നിത്തല, ഇപ്പോഴത്തെ പ്രതിപക്ഷ രമേശ് ചെന്നിത്തല ഭാഗത്തു നിന്ന് 2 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. 5ാം മന്ത്രി വിവാദവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ സമാനമായ ഒരു രാഷ്ട്രീയ ചർച്ച കേരളത്തിൽ ഉയർന്നതിൽ മുസ്ലിം ലീഗ് UDF-ൽ അമിത അധികാര പ്രയോഗം നടത്തുന്നു, മന്ത്രിയെ സ്വയം പ്രഖ്യാപിക്കുന്നു തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. അന്നൊന്നും UDF-നെതിരെ ഈ തരത്തിലുള്ള ഒരു വിമർശനം ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുന്നു എന്നതല്ല നമ്മുടെ പ്രശ്നം. ഇവിടെ വ്യക്തമായിട്ടിപ്പോ അദ്ദേഹം വിവരിച്ചു പറഞ്ഞു. ഇപ്പോൾ ഉണ്ടായ പ്രശ്നമെന്ന് പറയുന്നത് നമുക്കൊക്കെ കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ നാട്ടിൽ വർഗീയ ധ്രുവീകരണ പ്രക്രിയ ശക്തിപ്പെടുകയാണ്. അതായത് ഉദാഹരണമായിട്ട് അമീർ തന്നെ ചൂണ്ടിക്കാണിച്ചത് മുസ്ലിം ലീഗിനെതിരെ നടത്തുന്ന വിമർശനം രാഷ്ട്രീയ വിമർശനമല്ല നടത്തിയത്, വിഭാഗീയത ഉണ്ടാക്കുന്ന അതെ അതെ വിമർശനം. അതേ വിഭാഗീയ വിമർശനമാണ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് അന്നുണ്ടായിരുന്നത്. 5ാം മന്ത്രി സ്ഥാനം അനർഹമായി നേടിയതാണ്, അത് സന്തുലിതാവസ്ഥ തെറ്റിക്കുന്നതാണ് സമൂഹത്തിന്റെ. അത് സമാനമായ രീതിയിലുള്ള ഒരു വിഭാഗീയത ഉണ്ടാക്കുന്ന സ്ഥാനമാണ് അന്ന്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി അല്ല, അന്ന് പ്രതികരിച്ചിട്ടുണ്ടാവും. അത്തരം അതെല്ലാം വരുന്ന അപ്പോഴൊക്കെയും അതിനെ പ്രതികരിച്ചിട്ടുണ്ട്. നേരത്തെ ആന്റണിയുടെ കാര്യത്തിൽ പറഞ്ഞു, അപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ ഇവിടെ 5ാം മന്ത്രിയുടെ കാര്യത്തിൽ വിവാദം ഉണ്ടായോ അപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള ധ്രുവീകരണം ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും പ്രതികരിക്കും. അതാണ് നേരത്തെ എല്ലാം പിണറായിയോ നിലപാട് മാറ്റുകയാണെങ്കിൽ തുറന്നു രാഷ്ട്രീയ നിലപാട്, നിങ്ങളുടെ ഈ പറയുന്ന നിലപാട് മാറ്റാൻ നിങ്ങൾ തയ്യാറാണ്? അതായത് പിന്തുണ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാഹചര്യം പഠിക്കും. ജമാഅത്തെ ഇസ്ലാമി CPM ഇപ്പൊ ഈ നിലപാടൊന്ന് മാറുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യും. കാരണം CPM-നെ ഒരു മുഖ്യ ശത്രുവായിട്ട് ജമാഅത്തെ ഇസ്ലാമി കാണുന്നില്ല. CPM-ന്റെ ഇപ്പോഴത്തെ ഈ നിലപാട് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അത് രാജ്യത്തിന് ആപത്താണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് അതൊരു മതേതര പാർട്ടിയാണ്. അത് ഫാസിസത്തെ പ്രതിരോധിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കേണ്ടുന്ന പാർട്ടിയാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇതില് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ജമാഅത്തിന്റെ ഭാഗത്തു നിന്നും മാറ്റങ്ങൾ ഈ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടാണോ? ആവുന്ന വ്യക്തി അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ ആ അല്ല, അദ്ദേഹം പറഞ്ഞത് ഈ കേരളത്തില് മറ്റേ കൊലപാതകങ്ങളിൽ 1ാം സ്ഥാനം CPM-നാണ്, RSS തിരിച്ചടിക്കുകയാണ്. അതിൽ അങ്ങനെ നിലപാട് ജമാഅത്തെ ഇസ്ലാമിക്കുണ്ടോ? കാരണം RSS ചർച്ച നടത്തിയതാണ്. അത് അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞത് നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടല്ല. ജമാഅത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ജമാഅത്തിന്റെ മുഖപത്രത്തിന്റെ പത്രാധിപർ രംഗത്ത് വന്ന ജമാഅത്തിന്റെ നേതാക്കളൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വരാതിരിക്കും. അദ്ദേഹം പറയുന്നത് ഞാൻ ജമാഅത്തിനെതിരായിട്ട് പറഞ്ഞിട്ടുള്ള അല്ല, അതിന്റെ വിശദാംശങ്ങളെ അദ്ദേഹത്തോട് തന്നെ RSSന്റെ തിരിച്ചടിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ജമാഅത്ത് വിശ്വസിക്കുന്നുണ്ടോ? കേരളത്തിൽ RSS തിരിച്ചടിക്കുക മാത്രമാണ് ചെയ്തത്. പ്രതിരോധത്തിന്റെ രാഷ്ട്രീയമാണ് RSS ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കുന്നത്. അതാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രത്തിന്റെ പത്രാധിപരും പറയുന്നു, RSSന്റെ ദേശീയ വക്താക്കളും പറയുന്നു. ഒരേ ഭാഷയിലാണ്. ഒന്ന് തെറ്റായ പ്രയോഗം. ജമാഅത്തെ ഇസ്ലാമി മുഖപത്രത്തെ ഒത്തായിപ്പാണ് ജമാഅത്തെ ഇസ്ലാമി മുഖപത്രം ഓക്കെ, അത് തിരുത്തെങ്കിലും ചോദ്യമായി അത് നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നല്ല. ശരി. ആ ജമാഅത്തെ ഇസ്ലാമിന്റെ നിലപാടെന്താ? ഏതിലെ RSS കേരളത്തിൽ സംഘപരിവാർ ഈ പ്രതിരോധമാണോ ചെയ്യുന്നത്, ആക്രമണമാണോ ചെയ്യുന്നത്? സംഘപരിവാർ പ്രതിരോധമാണ് ചെയ്യുന്നത്, പ്രതിരോധം മാത്രമാണ് ചെയ്യുന്നത് എന്ന അഭിപ്രായം നമുക്കില്ല. മാത്രല്ല, രണ്ടായിരുന്നാലും ആ നിയമം കയ്യിലെടുക്കുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിപ്പില്ല. നേരത്തെ സൂചിപ്പിച്ചു, അതായത് ഗെയിലിന്റെ കേസ്. നിങ്ങൾ CPM-മായി നല്ല ബന്ധത്തിലായിരുന്നു, തുടങ്ങിയ കാര്യങ്ങൾ
പറഞ്ഞു. എവിടെയാണ് ബിജെപി തുടങ്ങിയത്? ജമാഅത്തെ ഇസ്ലാമിനെ കോഴിക്കോടിന്റെ പ്രത്യേക സാഹചര്യത്തിലെങ്കിലും പേരെടുത്ത് വിമർശിക്കുന്ന കോൺഗ്രസ് ഒന്ന് കേസ് വന്നു, മറ്റൊന്ന് പന്തിരങ്കാവ് UAP കേസ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ഈ സമീപകാലത്ത് രൂപപ്പെട്ട ഒരു ബിജെപിയാണോ? സീറ്റ് നിങ്ങളെ കോൺഗ്രസ് സമീപകാലത്താണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ ബിജെപി അങ്ങനെ? അതായത് CPM-ഉം നമ്മളും തമ്മിലുള്ള ചരിത്രം, പിന്നെ CPM-ഉം ജമാഅത്തെ ഇസ്ലാമിയും തീർത്തും വ്യത്യസ്തമായ രണ്ട് പ്രസ്ഥാനങ്ങളും രണ്ട് പാർട്ടികളും തന്നെയാണല്ലോ പലതലത്തിലും. അതുകൊണ്ട് യോജിക്കുന്ന മേഖലകളിൽ, യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ചുകൊണ്ട് പോവുക, വിയോജിപ്പുകൾ രേഖപ്പെടുത്തുക, ഇതാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ആശയ സംവാദത്തിന്റെ വളരെ സുദീർഘമായ ഒരു ചരിത്രം ജമാഅത്തെ ഇസ്ലാമിയും CPM-ഉമായിട്ടും ഉണ്ട്. ഇപ്പോഴും ഞാനിവിടെ ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചു, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. മറിച്ച് പ്രശ്നമായി തീരുന്നത് ഇന്നത്തെ ഒരു അന്തരീക്ഷത്തെ ഈ സ്വഭാവത്തിൽ മാറ്റിമറിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ശരിയാക്കിയെടുക്കേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. സാമുദായിക സൗഹാർദ്ദം അത് തകർന്നു പോയാൽ വീണ്ടെടുപ്പിന് പ്രയാസമായി തീരും. അപ്പൊ അതിന് യഥാർത്ഥത്തിൽ ആ നിലക്ക് പ്രവർത്തിക്കാൻ പാടില്ലാത്തൊരു പാർട്ടിയാണ് CPM എന്ന് നമ്മൾ വളരെ ഗുണകാംക്ഷയോടുകൂടി തന്നെ ചിന്തിക്കുന്നു. മറ്റൊന്നുകൂടെ കോൺഗ്രസിന് അവരുടെ പ്രകടനത്തിലുണ്ടാകുന്ന ഒരു തകർച്ച, അതായത് ലീഗ് ഏറെക്കുറെ കൺസിസ്റ്റന്റ് ആയിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ട്, അവരുടെ സീറ്റുകളിൽ കുറവ് വരുന്നില്ല. കോൺഗ്രസിനാണെങ്കിൽ കോഴിക്കോടിന്റെ സാഹചര്യത്തിലാണെങ്കിൽ കേരളത്തിലെ പൊതു സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ പെർഫോമൻസ് ആണ് താഴേക്ക് പോകുന്നത്. അപ്പം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങുന്നു എന്നുള്ള കണക്ക് വെച്ചാൽ ആളുകൾ മുന്നിലേക്ക് വരികയാണ്. അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? ഈ മതേതര ജനിക്ക് വേണ്ടി വാദിക്കുന്നത് ജയിക്കുക, ഈ രാഷ്ട്രീയമായ അവലോകനങ്ങൾ, നിരൂപണങ്ങളൊക്കെ ഇപ്പൊ ധാരാളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല നിലക്കുള്ള വിലയിരുത്തലുകളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. അത് അവർ തന്നെയായിട്ട് നടത്തട്ടെ. പിന്നെ നമ്മൾ അതിൽ പറയുന്നത്, പിന്നെ ലീഗാണ് ഭാവിയിൽ കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ പോകുന്നത്, UDF-നെ നിയന്ത്രിക്കാൻ പോകുന്നത്. അതിന്റെ ടോണാണ് പ്രശ്നം. ലീഗ് ഇവിടെ നിയന്ത്രിച്ചതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോണില്ലല്ലോ. UDF-ലെ ഒരു കക്ഷിയല്ലേ അവര്. CPI-യും CPM-ഉം CPI നിയന്ത്രിക്കാൻ പോയാൽ എന്താ പ്രശ്നം? പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇതിൽ മുസ്ലിം എന്ന് പറയുന്ന ഒന്ന് ഇതിനെ നിയന്ത്രിക്കാൻ പോകുന്നു. നേരത്തെ പറഞ്ഞ അതേ ഒരു മാനസികാവസ്ഥ രൂപപ്പെട്ടു വരുന്നു. അങ്ങനെയല്ല. നമ്മൾ പൊതുവെ രാജ്യത്തിന്റെ, നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അതവിടെ വെച്ചുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ നന്മയെ ലാക്കാക്കി പ്രവർത്തിക്കുന്നവര് ഈ സ്വഭാവത്തിലല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഉന്നയിച്ച കുറെ വിഷയങ്ങളിൽ ഈ ക്രിസ്ത്യൻ സമൂഹം ഉന്നയിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. മൈനോറിറ്റി സ്കോളർഷിപ്പ്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അത്തരം ഇഷ്യൂസിനെ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത്? അതില് നമ്മളെ കാഴ്ചപ്പാട് ഇപ്പൊ ഉന്നയിച്ചിട്ടുള്ളത്, ന്യൂനപക്ഷങ്ങൾ അനർഹമായിട്ട് അവകാശങ്ങൾ, ന്യൂനപക്ഷ മുസ്ലിം സമൂഹം അവകാശങ്ങൾ വാങ്ങിയെടുക്കുന്നു, അതൊന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. ഇതുപോലുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത്. വാസ്തവത്തിൽ അതിനെപ്പറ്റി സംസാരിക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റാണ്. അവരാണല്ലോ ഇത് കൊടുക്കുന്നത്. ഗവൺമെന്റ് ഈ ബഹുസ്വര സമൂഹത്തിൽ സത്യസന്ധമായിട്ടും അതിന്റെ വസ്തുത പുറത്തു കൊണ്ടുവരണം. എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവിടെ മൗനം അവലംബിക്കുന്നത് തെറ്റാണെന്നാണ് നമ്മൾ പറയുന്നത്. സർക്കാരിന്റെ ചുമതലയിൽപ്പെട്ടതാണ് കൊണ്ടുവരുന്നത്. ഡാറ്റ സ്വിച്ച് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കൃത്യതയോടുകൂടി സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ചുമതല ഗവൺമെന്റിനാണ്. യഥാർത്ഥത്തിൽ ഇത് ഉണ്ടായി വന്നത് നമുക്കൊക്കെ അറിയാം. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ തുടർന്നിട്ട് കേരളത്തിൽ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പാലോളി കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി. ആ പാലോളി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാലോളി കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ഇവിടെ നിർവഹിച്ചു പോയത്. നമ്മൾ പറയുക, അവിടെ അനർഹമായിട്ട് വല്ലതുണ്ട് എങ്കിൽ, മറ്റുള്ളവരുടെ അവകാശങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ട് എങ്കിൽ അതവർക്ക് തിരിച്ചു കൊടുക്കണം. കാരണം ഇവിടെ അവകാശങ്ങൾ പരസ്പരം മാനിച്ചും കടപ്പാടുകൾ നിർവഹിച്ചും നമുക്ക് ഒരുമിച്ച് വളരുകയാണ് വേണ്ടത്. ഹൈന്ദവ, മുസ്ലിം, ക്രിസ്ത്യൻ വ്യത്യാസം കൂടാതെ കേരളത്തിലെ സമൂഹത്തിന് ഒരുമിച്ച് വളരുകയാണ് വേണ്ടത്. അതൊരൊറ്റ വിഷയമാണ്. ഒരു വിഷയമാണ് മറ്റൊന്ന് പറഞ്ഞാൽ ഹാജിയ സോഫിയ പ്രശ്നത്തിലാണ്. അപ്പൊ അതിൽ സാധിക്കലിൽ തങ്ങൾ എഴുതിയ ലേഖനം, അതിന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ, ഉറുദുകാരെ കിട്ടുന്ന പിന്തുണ, ആ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഒന്നുമില്ല. അതിലിപ്പോ CPM ഒന്നും ചെയ്യാൻ പറ്റില്ല. ചർച്ചയാക്കിയത് അതില് എനിക്ക് തോന്നുന്നത് ഈ അസ്ലമ നേരത്തെ ചോദിച്ചത്, അതായത് ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ചില കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് അടിയന്തര സ്വഭാവത്തിൽ തന്നെ. ഈ അങ്ങനെ അവ്യക്തതയും
ആശയക്കുഴപ്പം ഒഴിവാക്കാൻ സർക്കാരിന് കഴിയും. ഇപ്പൊ ന്യൂനപക്ഷ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട അതിലുള്ള ആനുകൂല്യങ്ങളെ കുറിച്ച് കൃത്യമായ ഡാറ്റാസ് വെച്ചിട്ട് ക്ലാരിറ്റി വരുത്തിയാൽ ആ ആശയക്കുഴപ്പം തീരും. 2 രാഷ്ട്രീയ പാർട്ടികൾ നിർവഹിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൃത്യമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എങ്ങനെ ഇലക്ഷൻ രാഷ്ട്രീയത്തിന് യൂട്ടിലൈസ് ചെയ്യുമെന്നതിനേക്കാൾ ഉപരി സാമൂഹ്യ അന്തരീക്ഷത്തെ നിലനിർത്തിക്കൊണ്ടുള്ള ഇടപെടലുകൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാണ്. മതസംഘടനകൾക്കും നിർവഹിക്കാനുണ്ട്. ഞങ്ങൾ ആ ദൗത്യം നിർവഹിക്കുന്നുണ്ട്. എല്ലാ മതസംഘടനകളും മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് നമ്മൾ സംവദിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. ഇത് അപകടകരമാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ടും സംവദിക്കുന്നുണ്ട്. അതിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായും നമ്മൾ സംവദിക്കുന്നിടത്ത് ഈ പറയുന്ന ആശയക്കുഴപ്പങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഹാജിയ സോഫിയ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആ വിഷയത്തിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലോ ഇന്ത്യയിലോ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ഔദ്യോഗികമായ നിലപാട് അതിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ബോധപൂർവമാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ മധ്യകാല നൂറ്റാണ്ടിലുണ്ടായ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വൈകാരിക ബന്ധമുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അത്തരം ഒരു ഇഷ്യൂസിൽ ഒരു സംഘടന ഔദ്യോഗികമായിട്ട് നിലപാട് സ്വീകരിക്കാതിരിക്കലാണ് അതിന്റെ ഭംഗി. വ്യക്തികൾക്ക് വ്യത്യസ്ത നിലപാടുകളാകാം എന്ന ഉയർന്ന നിലപാടെടുത്ത മതസംഘടനകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരുടെ വൈകാരികതയോ ഇപ്പുറത്തുള്ള ആളുകളുടെ വൈകാരികതയോ ഒരു ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. അതെ, ശരിയാണ്. ശരിയാണ്. അതേസമയം മുസ്ലിം സംഘടന ഞാൻ പറയുന്നത് ഒറ്റപ്പെട്ട വ്യക്തികൾ ഇപ്പുറത്തും അപ്പുറത്തും ഇപ്പൊ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും മുസ്ലിം സമൂഹത്തിൽ നിന്നും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പള്ളിയാണോ അല്ലേ എന്നുള്ള ഈ വിഷയത്തിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാട് നമ്മൾ പറയാത്തത് ഈ ബോധപൂർവമായ നിലപാടിന്റെ ഭാഗമാണ്. പക്ഷെ നിലപാട് പറഞ്ഞില്ലെങ്കിൽ പോലും അനൌദ്യോഗികമായി ഇപ്പം സാധിക്കത്തിന് ലേഖനങ്ങൾ എഴുതുന്നു. നിങ്ങളുടെ മാധ്യമ പത്രത്തില് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു. പിന്നെ ഈ അതേപോലത്തെ എർദോഗാനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു നിലപാട് പല സമയത്ത് നമ്മൾ കൂട്ടിക്കലർത്തത്. എർദോഗാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. അയാളുടെ നിലപാടിലും ഔദ്യോഗികമായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇതൊക്കെ റീഡ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതുകൂടെ വെച്ചുകൊണ്ടായിരിക്കും അവർ നിലപാട് സ്വീകരിക്കുക. അതൊരു കാണാതിരിക്കുന്നത് ശരിയല്ല. അതെ, അതിനെ അഡ്രസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അവരുമായി സംസാരിക്കണം, ആശയവിനിമയം നടത്തണം, വ്യക്തത വരുത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ എർദോഗാന്റെയോ അല്ലെങ്കിൽ തുർക്കിയുടെയോ അല്ലെങ്കിൽ ആയ സോഫിയുടെയോ പക്ഷത്ത് നിന്നിട്ടല്ല. ഇതിൽ ചിലതിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ വൈകാരിക ബന്ധമുള്ളതിൽ അങ്ങനെ വൈകാരിക ബന്ധമുണ്ട് എന്നുള്ളത് വ്യക്തികളുടെ അഭിപ്രായങ്ങൾക്ക് വിടുകയും സമുദായം സംഘം എന്നുള്ള അർത്ഥത്തിൽ പരമാവധി സഹകരിക്കുന്ന ഒരു ആശയപ്രദം രൂപപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അത്തരം ആക്ടിവിറ്റീസ് ഞാൻ നേരത്തെ പ്രശാന്ത് ചോദിച്ച പോലെ ഇത് ഗവൺമെന്റ് മാത്രം തീർക്കേണ്ട വിഷയമല്ല. ഗവൺമെന്റിന് ഇതുമായി ബന്ധപ്പെട്ടത് ഗവൺമെന്റ് ക്ലാരിറ്റി വരുത്തണം. പൊളിറ്റിക്കൽ പാർട്ടീസ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഇനി ഇപ്പോഴത്തെ ഇത്തരം ബാർഗെയിനിങ് സിറ്റുവേഷനെ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളിടത്തേക്കല്ല വരേണ്ടത്, മറിച്ച് പൊതു താല്പര്യത്തെ മുൻനിർത്തിയിട്ടാണ് വരേണ്ടത്. മൂന്നാമത് മതസംഘടനകൾ തമ്മിലും ആശയ സംവാദങ്ങൾ നടക്കേണ്ടതുണ്ട്. ഞങ്ങൾ അത്തരം ആശയവിനിമയങ്ങൾ ക്രിസ്തുമത മേലധ്യക്ഷന്മാരുമായി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, ഇതിപ്പോ ദീപികയിൽ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുള്ളൂ. അന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ ചെറിയ പോയിന്റ് ആയിരുന്നു. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന സംഘടനയുമായി ശരിയല്ലെന്നായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഐഡിയോളജിയെ കുറിച്ച് തന്നെ ആശയക്കുഴപ്പം നിൽക്കുമ്പോൾ നിങ്ങളുടെ ഇന്ററാക്ഷനിൽ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഈ സാമൂഹിക അന്തരീക്ഷമാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. വളരെ ക്ലിയർ ആണ്. നമ്മൾ ഇപ്പോഴത്തെ സാമുദായിക അന്തരീക്ഷം ക്ലിയർ. സ്വാഭാവികമായും ചർച്ചയിൽ എല്ലാം വരും. അപ്പൊ അതും സംസാരിക്കും. ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന്റെ ക്രെഡിബിലിറ്റി ഉണ്ടെന്നുള്ള പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് നിങ്ങൾ അവരോട് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങളെ വിശ്വാസമില്ല. അല്ല, അതിലും സമ്മിശ്രമായ പ്രതികരണം. അവര് മാത്രമല്ല, മുസ്ലിം സംഘടനകൾക്ക് ഒന്നും വിശ്വാസം അറിയാലോ. എല്ലാ മുസ്ലിം സംഘടനകളും ഈ സമയത്ത് നിലപാടുണ്ട്. പിന്നെ മുസ്ലിം സംഘടന പ്രതികരിച്ച് നിങ്ങൾ പോയാലും കൂടുതൽ കുഴപ്പമാകും. അല്ല, അതില് മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് പോകുന്നുണ്ട്. മുസ്ലിം സംഘടനകൾ വ്യക്തികൾ ഞാൻ പറയുന്നത് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുമായിട്ട് ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ആശയവിനിമയത്തിന്റെ ചരിത്രമുണ്ട് പ്രശാന്ത്. ഞാൻ അത് ഈ പറയുന്ന ക്രെഡിബിലിറ്റിയുടെ പ്രശ്നം അല്ല, അതില് ക്രെഡിബിലിറ്റിയുടെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ല, നിങ്ങൾ RSS ആശയവിനിമയം നടത്തി പള്ളിയിൽ വിളിച്ചു കൊടുക്കുന്നില്ല. ജനാധിപത്യപരമായ അത്തരം കാര്യങ്ങൾ എല്ലാവരും ചെയ്യും. അത് ക്രൈസ്തവ സമൂഹത്തിൽ ഇന്നൊരാശയവിനിമയം അല്ല. ക്രൈസ്തവദേശമായിട്ട് ഈ ജമാഅത്ത് ഉണ്ടായത് മുതൽ തന്നെ കേരളത്തിൽ ഉപയോഗിച്ച മുതൽ തന്നെ ഉണ്ട്. ദീർഘമായ അതിന് പാരമ്പര്യമുണ്ട്. അത് ഞങ്ങളും അവരും തമ്മിലുള്ള പ്രശ്നം ഈ വിഷയത്തിൽ ഇല്ല. മുസ്ലിങ്ങളെ ചീത്ത പറഞ്ഞ ഉടനെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ പോയിട്ട് CPM വോട്ട് ചെയ്യുന്ന ധാരണ തെറ്റാണ്. അത് മതേതര സമുദായത്തിൽ തെറ്റാണ്. അങ്ങനെ ഒരു അസംഷൻ വെച്ചിട്ടുള്ളതാണ് അടിസ്ഥാന മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ ചീത്ത പറഞ്ഞാൽ ഉടനെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പോയിട്ട് CPM വോട്ട് ചെയ്യുന്നു പറഞ്ഞത് അതിങ്ങനെ സമൂഹത്തൊക്കെ കളിയാക്കാനില്ല. അങ്ങനെയുള്ള സാമാന്യവൽക്കരണം ഉണ്ടായിട്ടില്ല. ഞാൻ വിശദമായിട്ടത് പറഞ്ഞു. രൂപപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വളരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ട് പറഞ്ഞതാണ്.
അതായത് ഈ പിന്നെ അങ്ങനെ സാമുദായിക വ്യാഖ്യാനിക്കരുത്. അല്ല പ്രസാദ് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കരുത്. സാമുദായിക സംശയമാണ് ഉള്ളതെങ്കിൽ അതാ അത് അപകടകരമാണ്. ഇല്ല അങ്ങനെയല്ല, വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ് അമ്മയുടെ സംസാരത്തിൽ. ഈ ഇലക്ഷനിൽ LDF ജയിച്ചത് LDF അങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ട് മാത്രമാണ് എന്നാരും പറഞ്ഞില്ല. വൈകാരിക രാഷ്ട്രീയം വളരെ കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതാണ് ജമാഅത്ത് ഇസ്ലാമി. വിവിധ ഘട്ടങ്ങളിൽ നിങ്ങൾ പൊളിറ്റിക്കൽ കമന്റ് നടത്തിയിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്തുകൊണ്ട് ഇത്രയും പ്രചരണം നടന്നിട്ടും ഒരുപക്ഷെ ക്രൈസിസിന്റെ അങ്ങേയറ്റത്തിലായിരുന്നു പിണറായി ഒരു ഇലക്ഷനെ വിളിക്കേണ്ടി വന്നത്, എന്നിട്ട് എങ്ങനെ LDF ഇത്രയും വോട്ട് നേടി എന്നുള്ളതിനെ നിങ്ങൾ കാണുന്ന ഒരു പൊളിറ്റിക്കൽ ആൻസർ എന്താണ്? അതില് അതെ അതാണ് അത് പ്രസാദിനറിയും. അതില് നമ്മള് സംസ്ഥാന സമിതി ചേർന്ന് വേണം നമ്മളിപ്പോ ഞാൻ പറഞ്ഞ വ്യക്തിപരമായ വിലയിരുത്തലേ ആവും. അല്ല LDF-നെതിരിൽ മറുകക്ഷി മറുവശത്തുണ്ടായിരുന്നത് UDF ആണല്ലോ. UDF ആണ് ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയത്. അവരെന്നെ അവരുടെ പരാജയത്തെ വിലയിരുത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. പിന്നെന്തിനാ വേറെ ജമാഅത്ത് ഇസ്ലാമി ഇതിനെ രണ്ടിനെയും അവതരിച്ചുകൊണ്ടുള്ള ഒരു കൺക്ലൂഷനിലെത്തി. അതടാ അങ്ങനെ എത്തിയിട്ടില്ല. ഒന്ന് പ്രബോധനത്തിൽ വരും. നമ്മൾ അവസാനിപ്പിക്കല്ലേ? പ്രശാന്ത് വെച്ച സംഭവം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിലപാടൊന്ന് പുനഃപരിശോധിക്കുമോ? ഈ അടുത്ത 6 മാസം കഴിഞ്ഞാൽ അത് നമ്മളെങ്ങനെ തീരുമാനിക്കേണ്ടത്? കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. പ്രശാന്ത് ചോദിച്ച ചോദ്യങ്ങൾ അതായത് മുസ്ലിം ലീഗിനെ അന്വേഷിക്കൊണ്ടല്ല, ഈ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന പ്രശ്നം. അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായും വോട്ട് ബാങ്കിൽ മാറ്റം വരും. അതിന്റെ ഇതാണ് കേരളം തന്നെ. ശരിയായ സംവാദ കാലത്ത് സൃഷ്ടിച്ച ധ്രുവീകരണം അന്നത്തെ തൊട്ടടുത്ത ലക്ഷ്യമാണ്. ആ അന്തരീക്ഷ ധ്രുവീകരണം കൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് നേട്ടം ഉണ്ടാവുക. ബുക്കിൽ എഴുതി വെച്ച കുറെ കാര്യങ്ങളുണ്ട്. ഈ വിഷയം നേരത്തെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, ആ വിഷയത്തിൽ നമ്മുടെ ഒരു ക്യാമ്പയിൻ വരും. എന്താണ് ആ ക്യാമ്പയിനോട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനായിട്ട് വിളിക്കും. ഓക്കെ, അതിനായിട്ട് സംശയം. അപ്പൊ നിങ്ങൾ എല്ലാവരും വരണം.